നമസ്കാരം. അടൂരിൽ നിന്നും കാർ മാർഗം മൂന്നാറിലേക്ക് സഞ്ചരിക്കുകയായിരുന്ന ഫാമിലിയുടെ ജീവന് ഭീഷണി മുഴക്കുന്ന തരത്തിൽ തിരുവല്ല മുതൽ കാറിനെ പിന്തുടർന്നിരുന്ന കണ്ടെയ്നർ ലോറിയെയും ഡ്രൈവറെയും പോലീസിൻ്റെ സഹായത്തോടെ കോട്ടയത്ത് വെച്ച് കീഴ്പ്പെടുത്തുകയും തുടർന്ന് പോലീസ് അന്വേഷിക്കുന്ന ദൃശ്യങ്ങളാണ് വീഡിയോയിലുടനീളം. വണ്ടി ഇടിച്ച് അറിയോ? തിരുവല്ല മുതൽ ഇവൻ തുടങ്ങിയ ഷോക്കടാ. തിരുവല്ല മുതൽ ഇവൻ ഞങ്ങൾ പതുക്കെ വന്നു ഇവൻ വന്നിട്ട് ഓവർടേക്ക് ചെയ്യാൻ നോക്കി. അപ്പം നമ്മൾ ചെറിയ വണ്ടിയില്ലേ, എങ്ങോട്ട് വരുന്നറിയാം, അപ്പുറത്ത് വണ്ടി വരുന്നല്ല, ഇവൻ ഇങ്ങോട്ട് മാറുക. ലാസ്റ്റ് ഇവൻ ഓവർടേക്ക് ചെയ്ത് നേരെ കൊണ്ട് ക്രോസ് അങ്ങ് വെച്ചു. ഈ വലിയ വണ്ടി റോഡ് നടത്തി ക്രോസ് അങ്ങ് വെച്ചു. ഞങ്ങൾ പതുക്കെ വന്നുകൊണ്ട് ഞങ്ങൾ ആ വണ്ടിയിൽ ഇടിച്ചില്ല. ഇല്ല, അതിൻ്റെ സൈഡിൽ പോയി ഞങ്ങൾ ഇടിച്ച് കയറിയാണ്. എന്നിട്ട് അങ്ങോട്ട് വെട്ടിച്ചപ്പോൾ അവിടെ കൈവരി അയാൾ നേരെ ചവിട്ടി അവിടെ നിർത്തി. പതുക്കെ അവിടെ നിർത്തി. ഇവൻ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് പൂര തെറി തെറി വിളിച്ചിട്ട് ഇവൻ ആ വണ്ടി കൊണ്ട് വരുക. ഞങ്ങൾ തൊട്ട് പുറകെ വരിക. ഇവൻ എന്താ പറയുക, ഞങ്ങൾ പുറകെ വരുമ്പോൾ ഞങ്ങൾ സ്പീഡ് കുറയ്ക്കുമ്പോൾ പതുക്കെ സ്പീഡ് കുറയ്ക്കും. നമ്മൾ മുന്നോട്ട് കയറാൻ പോകുന്നില്ല, ഇവൻ പിന്നെ അങ്ങോട്ട് ക്രോസ് കയറ്റുക. അങ്ങനെ ഒരു 6-7 പ്രാവശ്യം ചെയ്തു. എവിടെ വരുന്നില്ല. ഇപ്പൊ കഞ്ചാവ് ലഹരിയുണ്ട് അവരെ കണ്ടില്ലേ? അവിടെ കോടിമല വെച്ച് ഇടിച്ചു പോലുണ്ടായിരുന്നു രണ്ടാമത്, അറിയോ? എന്നിട്ട് ഇവനറിയോ സ്ലോ ചെയ്യും. നമ്മൾ അടുത്ത് വന്നുണ്ടെങ്കിൽ ചവിട്ടുക. ഇപ്പൊ നമ്മൾ പുറകെ വന്ന് ഇടിക്കുമല്ലോ. ഇത്ര പരിപാടിയൊക്കെ കാണിച്ചറിയാം. എന്നിട്ട് അതല്ല കാര്യം. ഈ സൈഡിൽ പോന്നു, അപ്പുറ സൈഡിൽ സമ്മതിക്കുന്നില്ലെന്ന്. അവൻ എന്തിനാ റോഡ് വെട്ടിച്ചു? നിങ്ങൾ കാര്യം എന്താ, നിങ്ങൾ വലിയ പ്രശ്നം ഓടി നിങ്ങൾക്ക് വച്ച് കെട്ടി വിട്ട് പോകാൻ പറ്റും. കാരണം ഈ റോഡിൻ്റെ കപ്പാസിറ്റി ചെറുവണ്ടിക്കാരെ ആഴ്ച വെച്ചിട്ട് ഓർഡറാണ് ഞങ്ങളെ കംപ്ലൈൻറ്റ് ഉണ്ട്. ഇതെല്ലാം ഞങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ റോഡ് ട്രക്കിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഡിസൈൻ ചെയ്ത് ട്രക്ക് മാത്രം കൊടുത്ത ഓടല്ല. മനുഷ്യർക്കാണ് ഇവൻ അവിടെ വെച്ച് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഓവർടേക്ക് നമ്മൾ സൗകര്യം കിട്ടുമ്പോൾ ഓവർടേക്ക് ചെയ്യണം. ഇവൻ ഞാൻ കുത്തി നമ്മൾ ഒറ്റ ദൂക്കായി ഏറ്റവും വെച്ചിട്ട് എന്നാ തിരികെ വിട്ടത് ഇതിലേക്കൂടെ വരുന്നു. നമ്മളെന്നാ അതിലേ പോകാന്ന് വിചാരിക്കും. അവൻ അങ്ങോട്ട് വണ്ടി വെട്ടിക്കുന്നു. നിങ്ങൾ അങ്ങോട്ട് പോകേണ്ടവരാ. ഞങ്ങൾ മൂന്നാറ്, ഞങ്ങൾ അടൂര്. ട്രാഫിക്കിൽ ജോലി ചെയ്യോ? അല്ല, ഇത് അഹങ്കാരം. അവന്റെ അഹങ്കാരം. പിള്ളേര് പലതും ഉപയോഗിച്ചോണ്ടായിരിക്കും വണ്ടി ഓടിക്കുന്നത്. ശ്രദ്ധിക്കണം, പരാതി വേണം. ഈ പ്രായത്തിൽ ഇവൻ ഇങ്ങനെയൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ ഇവൻ എത്ര എന്റെ മൂത്ത മോന്റെ പ്രായം 10-25 വയസ്സായി കാണത്തുള്ളൂ. 30 വയസ്സാണ് കാണുമായിരിക്കും. അവനെ ഒറ്റ വണ്ടി അവനെന്താ ഞങ്ങളെ കൊന്നിട്ടേ പോകത്തുള്ള രീതിയിൽ പീടി പോകുന്ന വണ്ടി ഒറ്റ ചവിട്ടായി അവിടെ നിന്ന് വണ്ടി ഇടിക്കാൻ വന്നു കഴിഞ്ഞപ്പോ ഭാഗ്യത്തിൽ ഞങ്ങൾ മുമ്പിലെന്ന് വണ്ടിയാ. അത് ഇപ്പുറത്തോടെ കമ്പിയും കാര്യങ്ങളും. അപ്പൊ അതിന്റെ ഇടയ്ക്കോട്ട് പെട്ടെന്ന് മാറ്റിയില്ലെങ്കിൽ 3 പേരും അപ്പോഴേ തീർന്നു. ഒന്നത് രണ്ടാമത് അപ്പോഴത്തേനും തെറിയാ വിളിക്കുന്നത്. ഞങ്ങൾ പതുക്കെ ഓടിച്ചു വരും. ഞങ്ങൾ പുറകെ വന്നിട്ട് ഓടടിച്ച് ഞങ്ങൾ കണ്ട് ഓടടിച്ച് അവനും പറ്റത്തില്ല. കയറി പോയി ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ഇവന് ഞങ്ങൾ വണ്ടി ഞങ്ങൾ നിർത്തിയിട്ട് കൊടുക്കാൻ പറ്റും. ഞങ്ങൾ പതുക്കെ ഓടിച്ചുണ്ട്. ഇവന് എന്താ പറയുക, ഹലോ, നിങ്ങളുടെ പുറകിലല്ലേ അവൻ, അപ്പൊ നിങ്ങൾക്ക് വിട്ടു പോകാമായിരുന്നല്ലോ. ഞങ്ങൾ പോകുമ്പോഴത്തേന് ഇടിക്കാനിങ്ങനെ വന്നെന്നായി. ലഹരി ഏതാണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേസുണ്ട്. ഊതിക്കട്ടെ, പോലീസുണ്ടതിന് ചെയ്യട്ടെ. അത് പള്ളി കണ്ടറിയില്ലേ? അപ്പൊ തന്നെ ഒരാളെ വിട്ടു. എന്നിട്ട് പോലീസ് വരുന്നല്ലോ. ഇവന്മാർ വണ്ടി പുറകോട്ട് എടുത്തോണ്ട് ഓടി. പപ്പ വണ്ടി കയറി ഇപ്പൊ ഇടിച്ചാൻ ഇവിടെ വെച്ച്. ഈ ഒരു ചെറുക്കനെ ഉള്ളു. 2 പേരെ കണ്ടല്ലായിരുന്നു. ഇല്ലല്ലോ, മാത്രമല്ല. അപ്പൊ പിന്നെ ഇങ്ങനെ ഇതിലേക്കൂടെ അപ്പുറത്ത് തെറി വിളിച്ചാൽ നമ്മളെ പുറകെ വന്നാലാ ഇവിടെ വണ്ടി ഓടിച്ചോണ്ട് അല്ല, ഒരു പരാതി കൊടുക്കണം.